നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ചിട്ട് പ്രൊഫഷണലായിട്ട് നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒക്കെ നമുക്ക് എടുത്ത വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരും. അത് വളരെ പ്രൊഫഷണൽ ടച്ചിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വീഡിയോ എഡിറ്ററാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ട്രെൻഡിങ്ങിലുള്ള മൊബൈലിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വീഡിയോ എഡിറ്റർ, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഇതിൽ നമുക്ക് എഫക്റ്റുകൾ കൊടുക്കുക, സൗണ്ട് എഫക്റ്റുകൾ കൊടുക്കുക, ഓവർലേ കൊടുക്കുക, അതുപോലെ വോയിസ് ഓവർ കൊടുക്കുക, മ്യൂസിക് കൊടുക്കുക, എന്തും കൊടുക്കുക. എല്ലാ രീതിയിലും എല്ലാ ടൂളുകളും നമുക്ക് അവൈലബിൾ ആണ്. വീഡിയോ സ്ലോ മോഷനിലേക്ക് മാറ്റുക, അതുപോലെ വീഡിയോ സ്പീഡാക്കണേ അങ്ങനെ ചെയ്യുക, ഇതൊക്കെ ചെയ്യാം. വീഡിയോന്റെ ഉള്ളിൽ വേറൊരു വീഡിയോ വെക്കണമെങ്കിൽ അതും വെക്കാം. ഏതാ ഈ വീഡിയോ എഡിറ്റർ? നമുക്കിതൊന്ന് പരിചയപ്പെടാം. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ ഫീച്ചറുകളുണ്ട് എന്നൊക്കെ ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇതിലുള്ള എല്ലാ ഫീച്ചറുകളും എല്ലാ ടൂളും പരിചയപ്പെടുത്തി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് വലിയൊരു വീഡിയോ ആവും. അതുകൊണ്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ സാധാരണ എഡിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതല്ല, നിങ്ങൾ എഡിറ്റ് ഒന്നും ചെയ്യലില്ല, വീഡിയോ എഡിറ്റ് ചെയ്ത് പരിചയമൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ നമുക്കിതൊന്ന് പരിചയപ്പെടാം അല്ലേ. അപ്പൊ ഇതാണ് നമ്മളെ വീഡിയോ എഡിറ്റർ. VN ആണ് പേര്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ നമ്മളെ ഗാലറി പെർമിഷൻ ചോദിക്കും, അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതാണ് ഇന്റർഫേസ്. ഇവിടെ നമുക്ക് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഗാലറിയിൽ നിന്ന് വീഡിയോ എടുക്കട്ടോ. നമുക്കൊരു വീഡിയോ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാനൊന്ന് എടുക്കട്ടെ. ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്ത്, ഒന്ന് എന്നില്ല ഒന്നിലധികം വീഡിയോ, 2, 3, 4 ഒക്കെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര വീഡിയോ ആഡ് ചെയ്തിട്ട് അത് ഒന്നാക്കി എഡിറ്റ് ചെയ്തെടുക്കട്ടോ. ഞാൻ ഇപ്പം ജസ്റ്റ് കാണിച്ചു തരാം. ഒരു വീഡിയോ എടുത്താന്ന് അതിന്റെ ലെയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാന്. എന്നിട്ട് താഴെ ഏറോ മാർക്ക് കൊടുക്കുക. ഇതാ നമ്മളെ എഡിറ്റിംഗ് ലെയറിലേക്ക് ഇത് വന്ന് ഇവിടെ നമുക്ക് താഴെ ഭാഗത്ത് ഒരുപാട് ടൂളുകളാണ്. ഫിൽറ്ററുകളുണ്ട്, ട്രിം ഉണ്ട്, അതായത് നമുക്ക് വീഡിയോന്റെ ഇടയ്ക്കുള്ള ഭാഗം കട്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യുക. എഫക്റ്റുകളുണ്ട്. വീഡിയോന്റെ ചില ഭാഗങ്ങളിൽ മാത്രം എഫക്റ്റ് കൊടുക്കണമെങ്കിൽ ആ ഭാഗം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ഭാഗത്ത് മാത്രം നമുക്ക് ആ എഫക്റ്റ് കിട്ടും. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും ടിക്ക് മാർക്ക് കൊടുക്കണം, എന്നാൽ അത് സേവ് ആവും. അതുപോലെ വീഡിയോ സ്പ്ലിറ്റ് ചെയ്യേണ്ട ഇത് ആ കത്രികയുടെ ചിഹ്നം കണ്ട. അതുപോലെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും, അതായത് നമുക്കൊരു വീഡിയോ സ്ലോ മോഷനിലാക്കണം അല്ലെങ്കിൽ സ്പീഡ് കൂട്ടണം. അതിനൂടെ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഏത് ഭാഗത്താണോ സ്പീഡ് കൂട്ടുകയും കുറയുകയും ചെയ്യേണ്ടത് ആ ഭാഗം നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതും ടിക്ക് മാർക്ക് കൊടുക്കണം. അതുപോലെ വീഡിയോന്റെ വോളിയം നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിസ്ക്രീസ് ചെയ്യാനും കഴിയും. വീഡിയോ ക്രോപ്പ് ചെയ്യണമെങ്കിൽ അതിനും പറ്റും. റൊട്ടേറ്റ് ഉണ്ട്. വീഡിയോക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ഒരുപാട് സംഭവങ്ങൾ, ഇഷ്ടം പോലെ ടൂളുകൾ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എല്ലാം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ഒന്നിലധികം മ്യൂസിക്കും ഒക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യണം, മ്യൂസിക്കും ആഡ് ചെയ്യണം, രണ്ടിനും നടക്കും. അതിന് ഓരോ ലെയറും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്താൽ മേലെ ഭാഗത്ത് ലെയറുകളുണ്ട്. ഏത് ലെയറിൽ ഏതാ വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ എല്ലാം ആവശ്യത്തിന് ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എക്സ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ റെസല്യൂഷൻ, FPS, ബിറ്റ് ഒക്കെ ആവശ്യത്തിന് സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒറിജിനൽ ക്വാളിറ്റി മതിയെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിൽ അത് സേവ് ആവും. അപ്പൊ അങ്ങനെയുണ്ട്. ഈ വീഡിയോ എഡിറ്റ് നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേ കേട്ടോ. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.